എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ അവകാശവും നിൻ്റെ ഓഹരിയുമായ അങ്ങയുടെ മക്കള്, നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ മക്കള്, കർത്താവേ, അവരെ നീ മാറോട് ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ സ്നേഹിച്ചപ്പോഴേ ദാവീദ് നിന്നെ സ്നേഹിച്ചപ്പോൾ ദാവീദിനെ നീയും അതുപോലെ സ്നേഹിച്ചു. ഏലിയ നിന്നെ സ്നേഹിച്ചപ്പോൾ ഏലിയയെ നീ അതുപോലെ സ്നേഹിച്ചു. ദൈവമേ, നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്തതാണ് ശാപം എന്ന് പറയണത്. വേറെ ഒന്നുമല്ല ശാപം. ഒരു മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ ശാപം എന്ന് പറയണത് നിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. കർത്താവേ, ഞങ്ങളെല്ലാവരെയും നിന്നെ മനസ്സിലാക്കാൻ എല്ലാവരും കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അങ്ങയുടെ മക്കൾ അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങളെല്ലാം അങ്ങയുടെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങയുടെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുന്നവർ, രോഗികളായിരിക്കുന്നവർ, ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് ഇട്ടിരിക്കുന്ന അമ്മമാർ, ഇന്ന് പ്രഗ്നൻ്റ് ആയിട്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവേ, ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണീരോടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കണേ കർത്താവേ. അവർ കണ്ണുനീരോടെ അവർ കടന്നു പോകുന്നു, ജയഘോഷത്തോടെ അവർ കൊയ്ത കറ്റയുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവ് സംഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജോലി ചെയ്യപ്പെടുന്നവരെ, പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, ജപ്തി നടപടിയിലേക്ക് പരിഹാരം കാണാൻ പോകുന്നവർ, ആരെല്ലാം കർത്താവെ കണ്ണീരോടെ പോകുന്നു, അവരെല്ലാം ജയഘോഷത്തോടെ നിൻ്റെ നാമത്തിൽ അർപ്പോ വിളിച്ചുകൊണ്ട് കർത്താവെ തിരികെ വരാൻ ദൈവത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ് യേശു ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മ കന്യാസി മറിയം നിങ്ങളെ മാധ്യസ്ഥം വഹിക്കുകയും നിങ്ങളെ ആശീർവദിക്കുകയും ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവത്തിലെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മോടുകൂടെ. പ്രൈസ് ദി ലോർഡ്.